الحمد لله الحمد لله رب العالمين. نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. ألم نجعل له عينين ولسانا وشفتين. പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഒരുമിച്ച് ചേർന്ന സഹോദരങ്ങളെ, സഹോദരികളെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് സംസാരിക്കുന്ന എന്നോടും കേൾക്കുന്ന നിങ്ങളോടും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുർ റഹ്മാൻ 3-4 ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരായ നമുക്ക് നൽകിയ മഹത്തായ ഒരു അനുഗ്രഹത്തെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അല്ലാഹു പറഞ്ഞു, ഖലഖൽ ഇൻസാൻ അല്ലമഹുൽ ബയാൻ. അല്ലാഹു മനുഷ്യനെ സൃഷ്ടിച്ചു, അവൻ മനുഷ്യനെ സംസാരിക്കാൻ പഠിപ്പിച്ചു. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ മഹത്തായ അനുഗ്രഹമാണ് നമുക്ക് സംസാരിക്കാൻ, ആശയവിനിമയം നടത്താനുള്ള സവിശേഷമായ കഴിവ് നൽകി എന്നുള്ളത്. സാധാരണ അറബിയിൽ പറയാറുണ്ട്, അൽ ഇൻസാനു ഹയവാനുൻ, മനുഷ്യനൊരു മൃഗമാണ്. ലോകത്ത് ഒരുപാട് മൃഗങ്ങളുണ്ട്, ആ മൃഗങ്ങളെപ്പോലെ ഒരു മൃഗമാണ് മനുഷ്യൻ. പക്ഷെ മനുഷ്യന്റെ പ്രത്യേകത ബൽ നാതിഖുൻ, മനുഷ്യൻ സംസാരിക്കുന്ന മൃഗമാണെന്ന് പറയും. മറ്റു ജീവജാലങ്ങളിൽ നിന്ന് മനുഷ്യനെ വ്യത്യസ്തനാക്കുന്നത് അവൻ്റെ സംസാര ശേഷിയാണ്. നമ്മുടെ ചുറ്റുപാടിലുള്ള പല മൃഗങ്ങൾ, ആ മൃഗങ്ങൾക്കുള്ള പല കഴിവുകളുണ്ട്. അതിൽ പലതും മനുഷ്യനേക്കാൾ ശേഷിയുള്ള, കഴിവുള്ള, പല മേഖലകളിലും ധാരാളം കഴിവുകളുള്ള മൃഗങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കണ്ണ് നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ അല്ലാഹു നമുക്ക് മൂക്ക് നൽകിയിട്ടുണ്ട്, ചെവി നൽകിയിട്ടുണ്ട്, നാവ് നൽകിയിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് നൽകിയ അവയവങ്ങളെ പോലെ മറ്റു മൃഗങ്ങൾക്കും അവയവങ്ങൾ നൽകിയിട്ടുണ്ട്. നമ്മുടെ കണ്ണിൻ്റെ കാഴ്ച ശക്തിയേക്കാൾ ശക്തമായ കാഴ്ചയുള്ള ജന്തുജാലങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. നമ്മളെക്കാൾ കഴിവുള്ള, ശക്തിയുള്ള, ശേഷിയുള്ള, കേൾക്കാൻ കഴിയുന്ന, ഓടാൻ കഴിയുന്ന വ്യത്യസ്തമായ കഴിവുകൾ
നമ്മളെക്കാൾ മുകളിലുള്ള ജീവികളുണ്ട്. എന്നാൽ അവരിൽ നിന്നെല്ലാം പ്രത്യേകതയുള്ളതാണ് മനുഷ്യന് സംസാരിക്കാനുള്ള കഴിവ് എന്നുള്ളത്. അല്ലാഹു പറഞ്ഞു, അലം നജ്അൽ ലഹു ഐനൈൻ വലിസാനൻ വശഫതൈൻ. അവന് അഥവാ മനുഷ്യന് നാം 2 കണ്ണുകൾ ഉണ്ടാക്കി കൊടുത്തില്ലേ, ഒരു നാവും 2 ചുണ്ടുകളും. അല്ലാഹു ചെയ്തു തന്ന അനുഗ്രഹമാണ്, നിഅമത്താണ്. മറ്റുള്ള ആളുകളോട് നമുക്ക് ആശയങ്ങൾ പറയാൻ, നമ്മൾ പറയുന്നത് മനസ്സിലാകുന്ന രീതിയിൽ സംസാരിക്കാനുള്ള കഴിവ് അല്ലാഹു നൽകി എന്നുള്ളത്. ജാഹിലിയ കാലഘട്ടത്തിൽ അറിയപ്പെട്ട പ്രസിദ്ധനായ കവിയായിരുന്നു സുഹൈർ എന്നു പേരുള്ള മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ കവിതയിൽ അദ്ദേഹം പറയുന്നുണ്ട്, മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അവൻ്റെ ഹൃദയവും നാവുമാണ് എന്നാണ്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അവൻ്റെ 2 അവയവങ്ങളെയാണ് അദ്ദേഹം മനുഷ്യനായി കാണുന്നത്. മനുഷ്യൻ്റെ ഹൃദയവും അവൻ്റെ നാവുമാണ്, ബാക്കിയുള്ളത് കേവലം ശരീരം മാത്രമാണ് എന്നാണ്. ആ 2 അവയവങ്ങളില്ല എങ്കിൽ അവൻ മനുഷ്യനെ പോലെയല്ല, അവന് യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ വിശേഷണങ്ങളില്ല എന്ന രീതിയിലാണ് അദ്ദേഹം അദ്ദേഹം വിശദീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാവെന്ന് പറയുന്ന മഹത്തായ അനുഗ്രഹം റബ്ബ് നമുക്ക് നൽകിയിട്ടുണ്ട് എങ്കിൽ ആ നാവിനോട് നമുക്കുള്ള കടമകൾ എന്താണ്? വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഇസ്രാ 53-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, വഖുൽ യാ ഇബാദി യഖൂലു ലതി ഹിയ അഹ്സൻ എന്ന രീതിയിൽ അല്ലാഹു പ്രയോഗിക്കുന്നുണ്ട്. അഥവാ നീ എൻ്റെ ദാസന്മാരോട് പറയുക, നബി എൻ്റെ ദാസന്മാരോട് നീ പറയണം, അവർ പറയുന്നത് ഏറ്റവും നല്ല വാക്കായിരിക്കണമെന്ന്. അപ്പം നാവ് നൽകിയ, സംസാരശേഷി നൽകിയ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളോട് കൽപ്പിക്കുന്നത് നല്ലത് പറയാനാണ്. നമ്മുടെ നാവിനെ നമ്മൾ ഉപയോഗിക്കേണ്ടത് നല്ലത് സംസാരിക്കാനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയഖുൽ ഖൈറ ഔ ലിയസ്മുത്. ആരെങ്കിലും അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ ഫൽയഖുൽ ഖൈറ, അവൻ നല്ലത് പറയട്ടെ. നല്ലത് പറയാൻ സാധിക്കുന്നില്ല എങ്കിൽ ഔ ലിയസ്മുത്, അവൻ മിണ്ടാതിരിക്കട്ടെ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചത് കാണാൻ സാധിക്കും. മഹാനായ ഹസൻ അൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഒരു മനുഷ്യൻ്റെ നല്ല ദീനിൽപ്പെട്ടതാണ്, ഒരാൾ നല്ല ദീനുള്ളയാളാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ് അയാളുടെ നാവിനെ സൂക്ഷിക്കുക എന്നുള്ളത്. ആരും അയാളുടെ നാവിനെ സൂക്ഷിക്കുന്നില്ല, ഒരാൾക്ക് അയാളുടെ നാവിനെ സൂക്ഷിക്കാൻ കഴിയുന്നില്ല, അതിൻ്റെ അർത്ഥം അവൻ്റെ ദീനിൽ കുറവുണ്ട് എന്നാണ്, അവൻ്റെ ബുദ്ധിയിൽ കുറവുണ്ട് എന്നാണ് മഹാനായ ഹസൻ അൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. അതുകൊണ്ട് തന്നെ വിശ്വാസികളായ ആളുകൾ അള്ളാഹു നമുക്ക് നൽകിയ സംസാരശേഷി എന്ന് പറയുന്ന നിഅമത്തിനോട് ശുക്ർ കാണിക്കേണ്ടത്, ആ അനുഗ്രഹത്തിനോട് നന്ദി കാണിക്കേണ്ടത് നല്ലത് പറഞ്ഞുകൊണ്ടാണ്. അതോടൊപ്പം വിശ്വാസികൾ ഓർക്കണം, നമ്മുടെ ഒരു വാക്കുപോലും നമുക്ക് പറയാൻ സാധ്യമല്ല രേഖപ്പെടുത്താതെ. നമ്മൾ എന്തു പറഞ്ഞാലും അത് രേഖപ്പെടുത്തുന്ന മലക്കുകൾ നമ്മുടെ കൂടെയുണ്ട്. ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, സൂറത്തുൽ ഖാഫിലെ 18-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ഭംഗിയായി പഠിപ്പിച്ച ഒരു ആയത്താണിത്. അവൻ ഏതൊരു വാക്കുച്ചരിക്കുമ്പോഴും, ഞാനാകട്ടെ നിങ്ങളാകട്ടെ മനുഷ്യന്മാരിൽ ഏതൊരാളും ഏതൊരു വാക്കുച്ചരിക്കുമ്പോഴും അവൻ്റെ അടുത്ത് അത് രേഖപ്പെടുത്തുന്ന, എഴുതാൻ തയ്യാറായി നിൽക്കുന്ന നിരീക്ഷകൻ ഉണ്ടാകാതിരിക്കില്ല. അഥവാ നിരീക്ഷകന്മാരുണ്ട് നമ്മുടെ കൂടെ. അവർ നമ്മൾ പറയുന്നതെല്ലാം രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്, അവർ നമ്മൾ പറയുന്നതെല്ലാം എഴുതി വെക്കുന്നുണ്ട്. ആ എഴുതി വെക്കുന്ന ഗ്രന്ഥം നാളെ നമുക്ക് ലഭിക്കുമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ തന്നെ അല്ലാഹു പഠിപ്പിച്ചിട്ടുണ്ട്. മാ ലിഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു പഠിപ്പിക്കുന്ന വാചകമാണത്. ഇതെന്തൊരു ഗ്രന്ഥമാണ്! ഈ ഗ്രന്ഥത്തിൽ ഞാൻ ചെയ്ത ചെറുതും വലുതുമായ എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ എന്ന് മനുഷ്യൻ വിലപിക്കുന്ന ഒരു ദിവസം വരുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, നാവെന്ന് പറയുന്ന അനുഗ്രഹം അനുഭവിക്കുമ്പോൾ നല്ലത് പറയണം. പറയുമ്പോൾ തന്നെ ആലോചിക്കണം, ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തുന്നുണ്ട്. അതൊക്കെ പുറത്തു കൊണ്ടുവരുന്ന ഒരു ദിവസമുണ്ട്. നമ്മൾ എന്തു പറഞ്ഞാലും അതൊക്കെ വെളിയിൽ വരുന്ന, പുറത്തു വരുന്ന ഒരു ദിവസമുണ്ട് എന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മഹാനായ ദാവൂദ് തായി എന്ന് പറയുന്ന മഹാപണ്ഡിതൻ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞൊരു വാചകം, തീർച്ചയായും ഇന്ന ഹിഫ്ളൽ ലിസാനി അശദ്ദുൽ അഅമാലി വഅഫ്ദലുഹാ. മനുഷ്യന്റെ നാവിനെ സൂക്ഷിക്കുക എന്നുള്ളത് അത് ഏറ്റവും ശ്രേഷ്ഠമായ കാര്യമാണ്, ഏറ്റവും മഹത്തായ കാര്യമാണ്. എന്തുകൊണ്ടാണത്? അതേറെ ബുദ്ധിമുട്ടാണ്. മനുഷ്യനെ അവൻ്റെ നാവിനെ സൂക്ഷിക്കുക എന്നുള്ളത് ഏറ്റവും ശ്രേഷ്ഠമായ അമലായി തീരുന്നത് അവൻ്റെ ജീവിതത്തിൽ ഏറെ പ്രയാസമുള്ള കാര്യമാണത്, ഏറെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നല്ലത് പറയാൻ,
നല്ലത് കേൾക്കാൻ മനുഷ്യന് സാധിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞ ഒറ്റ ഹദീസ് പഠിച്ചാൽ മതി, നാവിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രവാചകൻ പറഞ്ഞു, റസൂലുള്ളാഹി പഠിപ്പിച്ചു, മൻ യദ്മനു ലീ മാ ബൈന ലഹിയൈഹി വമാ ബൈന റിജ്ലൈഹി അദ്മനു ലഹുൽ ജന്ന. സാധാരണ ളാമിൻ എന്ന അറബി പദം ഗ്യാരണ്ടി എന്നതിനർത്ഥം. നമ്മളൊരു വാഷിംഗ് മെഷീൻ വാങ്ങുമ്പോൾ, ഒരു AC വാങ്ങുമ്പോൾ നമ്മൾ അന്വേഷിക്കും എത്ര കാലം ഗ്യാരണ്ടി ഉണ്ട്, വാരണ്ടി എത്ര കാലം ഉണ്ട്. ഇവിടെ പ്രവാചകൻ പറയുന്ന ഒരു പ്രയോഗമാണ്, ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി നിൽക്കാം, ജാമ്യം നിൽക്കാം. എന്താ വേണ്ടത്? എന്തിനാ ജാമ്യം? അദ്മനു ലഹുൽ ജന്ന, സ്വർഗം കൊണ്ട് ഞാൻ നിങ്ങൾക്ക് ജാമ്യം നിൽക്കാം. ആരാ പറയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. നിങ്ങൾക്ക് സ്വർഗം നൽകാം, ഞാനതിന് തയ്യാറാണ്, അതിന് ഞാൻ ജാമ്യം നിൽക്കാൻ, ഗ്യാരണ്ടി നൽകാൻ റെഡിയാണ്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം? 2 അവയവങ്ങൾ നിങ്ങൾ സൂക്ഷിക്കണം. ഒന്ന്, നിങ്ങളുടെ 2 ചുണ്ടുകൾക്കിടയിലുള്ളത്, നിങ്ങളുടെ നാവിനെയും നിങ്ങളുടെ ലൈംഗിക അവയവത്തെയും നിങ്ങൾ സൂക്ഷിച്ചാൽ അദ്മനു ലഹുൽ ജന്ന, ഞാൻ നിങ്ങൾക്ക് സ്വർഗം പകരം നൽകാമെന്നാണ്. ഈ ഒരൊറ്റ ഹദീസ് മതി നാവെന്ന് പറയുന്ന അവയവത്തെ നമ്മൾ എത്രമാത്രം സൂക്ഷിക്കണം, എത്രമാത്രം ശ്രദ്ധിക്കണമെന്ന് മനസ്സിലാക്കാൻ. റസൂലുള്ളാഹി പറഞ്ഞു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്, ഇന്നൽ അബ്ദ ലയതകല്ലമു ബിൽ കലിമതി മിൻ റിദ്വാനില്ലാഹി ലാ യുൽഖി ലഹാ ബാലൻ യർഫഉല്ലാഹു ബിഹാ ദറജ വ ഇന്നൽ അബ്ദ ലയതകല്ലമു ബിൽ കലിമ മിൻ സഖ്തില്ലാഹി ലാ യുൽഖി ലഹാ ബാലൻ യഹ്ദി ബിഹാ ഫീ ജഹന്നം. 2 വശത്തിലേക്കുമുള്ള അധ്യാപനമുണ്ട് അതിൽ. എന്താ അദ്ദേഹം പറയുന്നത്? നബി പഠിപ്പിക്കുന്ന ഒരു അടിമ ഗൗരവത്തിലല്ലാതെ പറഞ്ഞ അള്ളാഹുവിന് തൃപ്തിയുള്ള ഒരു വാക്ക് മൂലം അവന്റെ പദവികൾ ഉയർത്തപ്പെടും. വളരെ നിസാരമായി പറഞ്ഞൊരു വാചകം, പക്ഷെ നല്ല വാക്കാണ്, അള്ളാഹ്ക്ക് തൃപ്തിയുള്ളതാണ്, അതിലൂടെ അവന്റെ പദവികൾ ഉയർത്തപ്പെടും. അപ്രകാരം അള്ളാഹുവിന് കോപമുള്ള ഒരു വാക്ക് പറഞ്ഞവനെ അതുമൂലം അള്ളാഹു നരകത്തിൽ പതിപ്പിക്കുകയും ചെയ്യുമെന്നാണ്. നമ്മൾ നോക്കൂ, നിങ്ങൾ നമ്മുടെ നാവിനെ നമ്മൾ സൂക്ഷിച്ചിട്ടില്ല എങ്കിൽ വരാൻ പോകുന്ന നരകമാണ്. നാവിന് ലൈസൻസ് ഇല്ല എന്ന് സാധാരണ പറയും. എല്ലില്ലാത്ത അവയവമാണ് നാവ്, എങ്ങോട്ടും വളയും, എന്തും പറയാം. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നാവിലൂടെ സ്വർഗം നേടിയെടുക്കാനും നരകത്തിലേക്ക് എത്താനുമുള്ള വഴിയുണ്ട് എന്ന് പഠിപ്പിക്കുന്നത്. സ്വഹാബികളുടെ ചോദ്യം, മൻ നജ, നബി എന്താണ് രക്ഷയുടെ മാർഗം? എന്താണ്, എങ്ങനെയാണ് രക്ഷപ്പെടുക? ഒരു മനുഷ്യൻ എങ്ങനെയാണ് രക്ഷപ്പെടുക? റസൂലുള്ളാഹി പറഞ്ഞു, അംസിക അലൈക ലിസാനക വലിയസ്അക ബൈതുക വബഖി അലാ ഖതിഅതിക. നിന്റെ നാവിനെ നീ പിടിച്ചു വെക്കുക, അതാണ് രക്ഷയുടെ മാർഗം. നാവിനെ പിടിച്ചു വെക്കുക, നാവ് കൊണ്ട് നല്ലത് പറയാ, നാവ് കൊണ്ട് ആരെയും ഉപദ്രവിക്കാതിരിക്കുക. അതോടൊപ്പം തന്നെ നിന്റെ വീടിനെ നീ വിശാലമാക്കുക. അതിൻ്റെ അർത്ഥം എന്താ? വലിയ വീടുണ്ടാക്കുന്നല്ല, വീട്ടിലുള്ള ആളുകളോട് മാന്യമായി പെരുമാറുക, വീട്ടിലെ കുഴപ്പങ്ങൾ ഉണ്ടാക്കാതിരിക്കുക. അതേപോലെ തന്നെ നിന്റെ പാപങ്ങളെ കുറിച്ച് ആലോചിച്ച് നീ കരയുക, അതാണ് രക്ഷയുടെ മാർഗം. അപ്പൊ രക്ഷയുടെ മാർഗം പഠിപ്പിക്കുമ്പോൾ അതിലൊന്നാമത്തെ കാര്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന നാവിനെ പിടിച്ചു വെക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാവിനെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ഗൗരവമായി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. നാവിന്റെ അപകടങ്ങളെ നമ്മൾ സൂക്ഷിക്കണം. വിശുദ്ധ ഖുർആനിൽ വിജയം വരിച്ച ആളുകളുടെ ഗുണം പറയുമ്പോൾ, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ വല്ലദീന ഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ. ലഅവുകളിൽ നിന്ന്, വ്യാജമായ സംസാരങ്ങളിൽ നിന്ന്, മോശമായ കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നവരാണ് വിജയം വരിച്ച വിശ്വാസികൾ. നമ്മുടെ നാവ് കൊണ്ട് നല്ലതല്ലാത്ത ഒന്നും നമ്മൾ പറയാൻ പാടില്ല. നമ്മുടെ നാവ് കൊണ്ട് നല്ലതല്ലാത്ത ഒന്നും നമ്മൾ സംസാരിക്കാൻ പാടില്ല. അത് വിശ്വാസികളായ ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഇന്നൽ അബ്ദ ലയഅതി യൗമൽ ഖിയാമത്തി ബിഹസനാതി അംസാലിൽ ജിബാൽ. നാളെ പരലോകത്ത് ഒരു മനുഷ്യൻ കടന്നു വരും, അയാള് ധാരാളം നന്മകൾ ചെയ്തയാളാണ്, ഒരുപാട് സുഹൃത്തുക്കൾ അയാൾ ചെയ്തിട്ടുണ്ട്, പർവ്വതങ്ങൾക്ക് സമാനമായ നന്മകളുമായി കൊണ്ടാണ് അയാൾ വരിക. എന്നാൽ ആ സമയത്ത് അവൻ അവിടെ വെച്ച് കണ്ടെത്തുന്ന കാര്യം എന്താ? അവന്റെ നാവ് ആ നന്മകളെ മുഴുവനും തകർത്ത് കളഞ്ഞതായി, ആ നന്മകളെ മുഴുവൻ നഷ്ടപ്പെടുത്തിയതായി അവൻ കണ്ടെത്തുന്നതാണ്. നാവ് കൊണ്ടുള്ള സംസാരം കൊണ്ട് അവന്റെ നന്മകളൊക്കെ പൊളിഞ്ഞു പോകുന്ന, നമ്മുടെ നമസ്കാരം, നമ്മുടെ നോമ്പ്, നമ്മുടെ സക്കാത്ത്, നമ്മുടെ സ്വതക്ക, നമ്മൾ ആളുകളെ കണ്ടപ്പോൾ പുഞ്ചിരിച്ചത്, നമ്മുടെ ഉമ്മയോട് ബാപ്പയോട് നന്നായി പെരുമാറിയത്, നമ്മുടെ മക്കളെ നാം സ്നേഹിച്ചത്, നമ്മുടെ ഭാര്യയോടുള്ള ഭർത്താവിനോടുള്ള കടമകൾ നിർവഹിച്ചത്, അങ്ങനെ നാം ചെയ്തു കൂട്ടിയ നന്മകൾ, പർവ്വത സമാനമായ നന്മകൾ നമ്മുടെ നാവിന്റെ ചില സംസാരങ്ങൾ കൊണ്ട് പൊളിഞ്ഞു പോകുമെന്നാണ് മഹാനായ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തിയിരിക്കുന്നത്. എത്ര ഗൗരവമുള്ള വിഷയമാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്ന അക്തറ ഖതായ ഇബ്നു ആദം ഫീ ലിസാനിഹി. ആദം സന്തതികളിൽ ഏറ്റവും കൂടുതൽ തെറ്റുകൾ വരുന്നത് അവരുടെ നാവിനാലാണ് എന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയത് കാണാൻ സാധിക്കും. ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം ഗസ്സാലിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ എല്ലാ വാക്കുകളോടും
അദ്ദേഹത്തിന്റെ എല്ലാ രീതികളോടും വിശ്വാസികളായ ആളുകൾക്ക് യോജിക്കാൻ സാധ്യമല്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ചില ഗ്രന്ഥങ്ങളിലെ മനുഷ്യന് ഉപകാരപ്പെടുന്ന ചില വാക്കുകളുണ്ട്. ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, നാവ് അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹങ്ങളിൽ ഒന്നാണ്. അവന്റെ അത്ഭുതകരമായ സൃഷ്ടി വൈഭവത്തിൽപ്പെട്ടതാണ്. അതിന്റെ വലുപ്പം ചെറുതാണ്, എന്നാൽ അതുകൊണ്ടുണ്ടാകുന്ന അപകടം വളരെ വലുതാണ്. അതാണ് നാം ശ്രദ്ധിക്കുക. അടിയിലെ വാചകം, ആ നാവ് കൊണ്ടുണ്ടാകുന്ന അപകടം വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ നാവിനെ സൂക്ഷിക്കുക എന്നുള്ളത് ഈമാനിന്റെ പൂർത്തീകരണമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പഠിപ്പിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞു, ല യസ്തഖീമു ഈമാനു അബ്ദിൻ ഹത്താ യസ്തഖീമ ഖൽബുഹു വലാ യസ്തഖീമു ഖൽബുഹു ഹത്താ യസ്തഖീമ ലിസാനുഹു. ഒരു അടിമ, ആ അടിമയുടെ ഹൃദയം നേരെയാകുന്നത് വരെ അവന്റെ വിശ്വാസം നേരെയാവുകയില്ല. അവന്റെ നാവ് നേരെയാകുന്നത് വരെ അവന്റെ ഹൃദയം നേരെയാവൂല. അപ്പൊ നാവാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്. നമ്മുടെ വിശ്വാസം ശരിയാകണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ നാവ് ശരിയാകണം. അതുകൊണ്ട് എന്ത് വേണം? ഒന്നാമത് നമ്മൾ തീരുമാനിക്കണം, നമ്മൾ കുറച്ച് സംസാരിക്കാം. ആവശ്യമുള്ളത് സംസാരിച്ചാൽ മതി. ഒരു ബുദ്ധിയുള്ള മനുഷ്യന്റെ അടയാളമാണ് അയാൾ കുറച്ച് സംസാരിക്കാന്നുള്ളത്. സലഫുകൾ പറഞ്ഞിട്ടുണ്ട്, മുൻഗാമികൾ പറഞ്ഞ വാചകം, ബുദ്ധി പൂർത്തിയായാൽ സംസാരം കുറക്കുന്ന. ബുദ്ധി പൂർത്തിയായാൽ അതെന്ത് സംസാരം കുറക്കും. അല്ലാതെ സംസാരിക്കുന്നതിനെ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. സാധാരണ പറയും, വാവിട്ട വാക്ക് അത് തിരിച്ചെടുക്കാൻ സാധ്യമല്ല. പണ്ഡിതന്മാർ രേഖപ്പെടുത്തി, ഒരു കത്തി കൊണ്ടൊരു മുറിവുണ്ടാക്കിയാൽ ഒരു പക്ഷേ മരുന്ന് വെച്ച് കെട്ടിയാൽ അത് മാറും. എന്നാൽ നാവ് കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയ, വാക്ക് കൊണ്ടുണ്ടാക്കിയ മുറിവുകളോ നമ്മുടെ മനസ്സിൽ നിന്ന് പോവുകയില്ല, മാഞ്ഞു പോവുകയില്ല. അന്ന് അയാൾ അത് പറഞ്ഞു അല്ലേ? അന്ന് പറഞ്ഞ വാചകം ഇന്നും നമ്മൾ കൊണ്ടു നടക്കുകയാണ്. കാരണം എന്താ? അതൊരു വല്ലാത്ത മുറിവായി മനസ്സിന്റെ ഉള്ളിൽ എന്ത് ചെയ്യും? പ്രവേശിക്കും. അതുകൊണ്ട് തന്നെ ഓരോ വാക്കുകളെയും നമ്മൾ സൂക്ഷിക്കേണ്ടത്. എത്രയെത്ര കുടുംബ ബന്ധങ്ങളാണ് നാവിനാൽ തകർന്നത്. നാവ് കൊണ്ട് തകർന്നു വീണ കുടുംബ ബന്ധങ്ങളുണ്ട്, ഗുരുശിഷ്യ ബന്ധങ്ങളുണ്ട്. മാതാപിതാക്കളും മക്കളും തമ്മിൽ അകന്നു പോയത് നാവ് കൊണ്ടാണ്. ബാപ്പയോട് അത് പറഞ്ഞു, അല്ലെങ്കിൽ ഉമ്മയോട് ഇങ്ങനെ പറഞ്ഞു, ബാപ്പ എന്നോട് ഇത് പറഞ്ഞു. പല ബന്ധങ്ങളും തകർന്നതിന്റെ അടിസ്ഥാനപരമായ കാരണം നാവാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നാവിനെ സൂക്ഷിക്കുക എന്നുള്ളത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു വാചകമാണ്, മൻ കതുറ കലാമുഹു കതുറ സഖതുഹു. ആരെങ്കിലും ധാരാളമായി സംസാരിച്ചാൽ അവന്റെ വീഴ്ചകൾ വർദ്ധിക്കുന്ന. കുറേ സംസാരിച്ചാൽ തെറ്റുകൾ കൂടും. വമൻ കതുറ സഖതഹു ഖല്ല വറഅഹു. വീഴ്ചകൾ വർദ്ധിച്ചാൽ ലജ്ജ കുറയും. തെറ്റുകൾ ചെയ്താൽ പിന്നെ ലജ്ജ ഉണ്ടാകൂല. പിന്നെ അങ്ങനെ നമ്മൾ പാപങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. വമൻ ഖല്ല വറഅഹു മാത ഖൽബുഹു. ആർക്കെങ്കിലും വറഅ നഷ്ടപ്പെട്ടാൽ, അഥവാ ലജ്ജ നശിച്ചാൽ അവൻ സൂക്ഷ്മത കുറയും. പിന്നെ അവൻ അല്ലാഹുവിനെ ഭയപ്പെടുകയില്ല. അങ്ങനെ അവന്റെ ഹൃദയം എന്ത് ചെയ്യും? മരിക്കും. വമൻ മാത ഖൽബുഹു ഹറമല്ലാഹു അലൈഹിൽ ജന്ന. ആരുടെയെങ്കിലും ഹൃദയം മരിച്ചാൽ പിന്നെ അതിന്റെ അർത്ഥം എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് സ്വർഗ്ഗം നിഷിദ്ധമാക്കും. അവൻ നരകത്തിലേക്ക് പോകുന്ന. അതിന്റെ ബേസ് എന്താണ്? അടിസ്ഥാനം എന്താ? ഒരാളുടെ സംസാരം കൂടി എന്നുള്ളതാണ്. സംസാരം കൂടിയാൽ തെറ്റുകൾ വർദ്ധിക്കും. തെറ്റുകൾ കൂടിയാലോ ലജ്ജ കുറയും. ലജ്ജ കുറഞ്ഞാലോ നമ്മുടെ ഹൃദയം ചത്തുപോകും. പാപങ്ങളിലേക്ക് നമ്മൾ നടക്കും. ആ പാപങ്ങൾ വർദ്ധിച്ചാലോ നമ്മൾ നരകത്തിലേക്ക് പോകും. അപ്പൊ നോക്കൂ നിങ്ങൾ, നാവാണ് അവിടെയും ബന്ധപ്പെട്ട് കിടക്കുന്നത്. അതുകൊണ്ടാണ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, അള്ളാഹു ആർക്കെങ്കിലും തന്റെ ഹൃദയത്തെ നന്മകൾക്കായി തുറന്നു കൊടുക്കണമെന്നോ അതിനെ പ്രകാശിപ്പിക്കണമെന്നോ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ ചെയ്യേണ്ടെന്നറിയോ? അവന് ഗുണം ചെയ്യാത്ത അമിതമായ സംസാരം ഒഴിവാക്കിയാൽ മതി. റബ്ബ് നമുക്ക് നന്മ ചെയ്യണം, നന്മയിൽ പോകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ എന്ത് വേണം? അനാവശ്യമായ സംസാരങ്ങൾ ഒഴിവാക്കുക. അപ്പൊ ഇന്നത്തെ സുബഹി നമസ്കാരം കഴിഞ്ഞ് ഇതുവരെയുള്ള സമയത്തിനിടയിൽ നമ്മൾ സംസാരിച്ച വാക്കുകളെ കുറിച്ച് ആലോചിച്ച് നോക്കൂ. എന്തൊക്കെ ഉപകാരമുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു, എന്തൊക്കെ ഉപദ്രവകരമായ കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. നോക്കൂ നിങ്ങൾ, പണ്ഡിതന്മാര് നമ്മ ഗൗരവമായി ഓർമ്മപ്പെടുന്ന നാവ് കൊണ്ട് നാം ഒഴിവാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ സംസാരങ്ങളിൽ ഒരിക്കലും വന്നു പോകാൻ പാടില്ലാത്ത കാര്യം ഒന്ന് ഏഷണിയും പരദൂഷണമാണ്. സാധാരണ അത് സ്ത്രീകളിലാണ് അധികം കാണാറുള്ളത്. പക്ഷെ പുരുഷന്മാരും അത് ശ്രദ്ധിക്കണം. പുരുഷന്മാരിലും അത് വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടമാണ്. റസൂലുള്ളാഹി പറഞ്ഞത്, ലാ യദ്ഖുലുൽ ജന്നത നമാമുൻ. നമീമത്ത് പറയുന്നവൻ, ഏഷണിക്കാരൻ, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കില്ല എന്ന. മറ്റുള്ളവരുടെ ന്യൂനതകൾ, മറ്റുള്ളവരുടെ കുറവുകൾ, മറ്റുള്ളവരുടെ കുറ്റങ്ങൾ എന്ത് ചെയ്യുക? അതിങ്ങനെ കണ്ടെത്തി അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതിൽ ആനന്ദം കണ്ടെത്തുന്ന മനുഷ്യന്മാര് അല്ലെ? മൂന്നാളുകൾ ഒരുമിച്ചിരുന്ന് സംസാരിക്കണം. അല്ലെ, മൂന്നാമനെ പോയാൽ പിന്നെ മൂന്നാമനെ കുറിച്ചാണ്, ആ പോയ മനുഷ്യനെ കുറിച്ച് നമ്മളിങ്ങനെ പറയാം, അവന്റെ കുറവുകൾ. എന്തിനത്? അതുകൊണ്ട് തന്നെ ഏഷണി എന്ന് പറയുന്ന, പരദൂഷണം എന്ന് പറയുന്ന ദുഷിച്ച സ്വഭാവം നമ്മുടെ നാവ് കൊണ്ട് നാം പറയുന്ന ആ പ്രവർത്തികളിൽ നിന്ന് വിശ്വാസികളായ ആളുകൾ എന്ത് ചെയ്യണം? മാറി നിൽക്കണം. രണ്ടാമതായി, വിശ്വാസി അവന്റെ നാവിനെ ശ്രദ്ധിക്കേണ്ട മേഖലയാണ് ചീത്ത വിളിക്കാൻ പാടില്ല. ഒരാളെയും നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ ചീത്ത വിളിക്കാൻ പാടില്ല. റസൂലുള്ളാഹി പറഞ്ഞു, മുസ്ലിമിനെ ചീത്ത വിളിക്കുക എന്നുള്ളത് തമ്മാടിത്താണെന്നാണ്.
നോക്കൂ നിങ്ങൾ, എത്ര ഗൗരവമുള്ള വാചക തമ്മാടിത്തമാണെന്ന്. എത്ര നിസ്സാരമായ കാര്യങ്ങൾക്ക് ആളുകൾ തെറി വിളിക്കാറുള്ളത്. ഇപ്പോൾ വാഹനം ഓടിക്കുന്നതിൻ്റെ ഇടയിൽ ഒരുപക്ഷെ ഒന്ന് റോങ് സൈഡിൽ കയറി വന്നാൽ നമ്മളെ വണ്ടി നമ്മൾ നിർത്തി താഴെ ഇറങ്ങി നമ്മൾ എന്ത് ചെയ്യും, നന്നായി തെറി വിളിക്കുന്ന മനുഷ്യന്മാരെ കാണാറുണ്ട്. നോക്കൂ നിങ്ങൾ, മനുഷ്യനവന് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. അവൻ്റെ സഹജീവിയോട്, അവൻ്റെ സഹപ്രവർത്തകനോട്, അവനെ പോലെയുള്ള ഒരാളോട് എന്തോ തിടുക്കത്തിൽ അയാൾ ചിലപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകുകയായിരിക്കും, അല്ലെങ്കിൽ അയാളുടെ വാഹനത്തിൽ അയാൾക്ക് മറ്റെന്തെങ്കിലും അത്യാവശ്യം ഉണ്ടാകാം. അതൊന്നും പരിഗണിക്കാതെ റോങ് സൈഡിൽ വന്നത് തെറ്റാണ് എങ്കിൽ ക്ഷമിക്കാനുള്ള കഴിവില്ല. അവിടെ നമ്മൾ തെറി വിളിക്കുന്ന, ചീത്ത പറയുന്ന ആളുകളായിട്ട് നമ്മൾ മാറും. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ആയിഷ റളിയല്ലാഹു ഒരിക്കൽ സഫിയ റളിയല്ലാഹു അൻഹയെ കുറിച്ച് നബിയോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ സഫിയ റളിയല്ലാഹു അൻഹയെ കുറിച്ച് ആയിഷ ഉമ്മ പറഞ്ഞു, നബിയെ, നിങ്ങൾക്ക് സഫിയനെ തന്നെ മതിയല്ലോ. സഫിയ നബിന്റെ ഭാര്യയാണ്. നിങ്ങൾക്ക് സഫിയെ തന്നെ മതിയല്ലോ, അവൾ കുള്ളത്തിയാണ്. കുള്ളത്തി എന്ന് പറഞ്ഞാൽ ഷോർട്ടായ ആളാണെന്ന്, ഉയരം കുറഞ്ഞ ആളാണെന്ന്. ആ വാചകം കേട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ആയിഷ, നീ പറഞ്ഞ ആ വാചകമുണ്ടല്ലോ, ആ വാക്കുണ്ടല്ലോ, സമുദ്രജലത്തിൽ ലയിപ്പിക്കുകയാണെങ്കിൽ അത് സമുദ്രത്തെ മലിനമാക്കുന്നു. ഒരു വലിയ സമുദ്രത്തെ മലിനമാക്കാൻ നീ പറഞ്ഞ ആ ഒരൊറ്റ വാക്ക് മതിയെന്ന. ഒരു പരിഹാസത്തിന്റെ വാക്ക്. ഒരു കുള്ളത്തിയാണ്, ആ പെണ്ണ്, അവർ ഷോർട്ടാണ്, ഉയരം കുറഞ്ഞ ആളാണ്. പക്ഷെ ആ വാചകം ഉപയോഗിച്ചപ്പോൾ അവരെ ചീത്ത വിളിച്ചതിന് സമാനമായി, അവരെ പരിഹസിച്ചതിന് സമാനമായി നബി പറഞ്ഞതാണ് അത് സമുദ്രത്തെ മലീമസമാക്കാൻ ഉതകുന്ന വാക്കാണെന്ന്. വിശുദ്ധ ഖുർആനിലെ വളരെ ചെറിയ അധ്യായത്തിൽ അല്ലാഹു നമ്മളെ പഠിപ്പിച്ചു, കുത്തുവാക്ക് പറയുന്നവരും അവഹേളിക്കുന്നവരുമായ ഏതൊരാൾക്കും നാശമുണ്ട്, അവർക്ക് ഹുത്തമ എന്ന് പറയുന്ന നരകമുണ്ട് എന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും ഒരാളെ ചീത്ത പറയാൻ പാടില്ല. മക്കളെ വിളിക്കരുത്, ഭാര്യനെ വിളിക്കരുത്, അതേപോലെ ഭർത്താവിനെ ചീത്ത വിളിക്കരുത്, നമ്മുടെ മാതാപിതാക്കൾ, അയൽവാസികളെ, ആരെയും തെറി വിളിക്കുന്ന, നമ്മുടെ നാവ് കൊണ്ട് ചീത്ത പറയുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കണം. നമ്മൾ റബ്ബാണ് സംസാരിക്കാനുള്ള കഴിവ് തന്നത്, അത് റബ്ബ് എടുത്തു കളയും. അത് റബ്ബിന് നീട്ടിവെക്കാൻ വലിയ സമയമൊന്നും വേണ്ട. അതേപോലെ തന്നെ നാവ് കൊണ്ട് പലരിലും സംഭവിക്കുന്ന ഏറ്റവും വലിയൊരു അപകടമാണ് കളവ് പറയാന്നുള്ളത്. കളവ് പറയാൻ പാടില്ല. കളവ് എന്നുള്ളത് വലിയ കുറ്റമാണ്. പ്രവാചകൻ പറഞ്ഞു, വഇയ്യാകുമുൽ കദിബ്, നിങ്ങൾ കളവിനെ സൂക്ഷിക്കണം. ഫഇന്നൽ കദിബ ഇലൽ ഫുജൂർ, കളവ് നിങ്ങളെ നയിക്കുന്ന തമ്മാടിത്തത്തിലേക്കാണ്. വഇന്നൽ ഫുജൂറ യഹ്ദി ഇലന്നാർ, ആ തമ്മാടിത്തം നിങ്ങളെ കൊണ്ടുവന്നെടുക്കുന്ന നരകത്തിലേക്കാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ നോക്കൂ, നിങ്ങൾ കളവ് പറയാൻ പാടില്ല. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു പറയും, ഒരിക്കൽ എൻ്റെ ഉമ്മ എന്നെ വിളിച്ചു. ആ സമയത്ത് നബി അവിടെ ഉണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഉണ്ട്. അപ്പൊ ഉമ്മ പറയാണ് മകനോട്, മോനെ എങ്ങോട്ട് വരൂ, ഞാൻ നിനക്ക് തരാം, ഞാൻ നിനക്കൊരു സാധനം നൽകാം. ഇത് കേട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിങ്ങൾ അവന് എന്താണ് നൽകാൻ ഉദ്ദേശിക്കുന്നത്? നിങ്ങളുടെ മകനെ നിങ്ങൾ വിളിച്ചല്ലോ, അവനെ നിങ്ങൾ എന്താണ് കൊടുക്കാൻ ഉദ്ദേശിച്ചത്? അപ്പൊ ഉമ്മ പറഞ്ഞു, ഞാനൊരു കാരക്ക കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, ഒരു ഈത്തപ്പഴമാണ് അവന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ അവനെ വിളിച്ചു, എന്നിട്ട് അവന് കൊടുക്കാമെന്ന് പറഞ്ഞാണ് വിളിച്ചത്. നിങ്ങൾ ഒന്നും കൊടുക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ മേൽ അതൊരു കളവായി രേഖപ്പെടുത്തുമെന്നാണ്. ഉമ്മമാര് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണിത്. നമ്മുടെ മക്കളെ നമ്മൾ വിളിക്കും അല്ലെ, മൃഗങ്ങളെയൊക്കെ ഇല കാട്ടി പിടിക്കാൻ വേണ്ടി ഒരു പച്ച കൊമ്പെടുത്ത് ചെടി കാട്ടി വലിക്കുന്ന ആൾക്കാരുണ്ട്, വിളിച്ചു കൊണ്ടുവരുന്ന ആൾക്കാർ. അതേപോലെ മക്കളെയൊക്കെ വിളിക്കുന്ന ആൾക്കാരുണ്ട്. വല്ലതൊക്കെ തരാന്ന് പറഞ്ഞിട്ട് കൊടുക്കൂല, വാങ്ങിക്കൊടുക്കാന്ന് പറഞ്ഞു, വാങ്ങിക്കൊടുക്കുക, അത് കളവായി രേഖപ്പെടുത്തുന്നതാണ്. എത്രമാത്രം നിസ്സാരമായ കാര്യമാണ്. അതുകൊണ്ടാണ് പ്രവാചകന്മാര് പ്രാർത്ഥിച്ചത് എന്ന്. മഹാന്മാരായ പ്രവാചകന്മാർ, മഹാനായ ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയാണത്. അവരൊക്കെ അവരുടെ നാവിനെ സത്യസന്ധന്മാരാക്കാൻ വേണ്ടി, സത്യസന്ധന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ വേണ്ടി എന്ത് ചെയ്തു? അവർ പ്രാർത്ഥിച്ചിരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? കളവ് പറയാൻ പാടില്ല. നമ്മളെ ഫോൺ വിളിക്കും ആൾക്കാർ, വളരെ നിസ്സാരമായിട്ട് നമ്മൾ പറയും, ഞാനിപ്പോൾ വീട്ടിലാണ്, നമ്മൾ വീട്ടിലുണ്ടാവില്ല, ഞാൻ അവിടെ എത്തിയെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്, ഞാനിപ്പോൾ ഇന്ന അങ്ങാടിയിലാണ്, വെറുതെ കളവ് പറയാം. എന്തെങ്കിലും ആ കളവ് കൊണ്ട് നമുക്ക് ഒരു ഉപകാരം ഉണ്ടാവില്ല. അതുകൊണ്ട് നല്ല ആത്മാർത്ഥമായ ആലോചന ഉണ്ടാക്കണം. നമ്മൾ ഈ സംസാരിക്കുന്നത്, അവ ഞാൻ പറഞ്ഞല്ലോ, ഇത് അല്ലാഹ് തന്നതാണ്, റബ്ബ് തന്നതാണ്. അത് എടുത്തു കളയാൻ വലിയ സമയമൊന്നും വേണ്ട. സംസാരശേഷി നഷ്ടപ്പെടുമ്പോഴാണ് അതിൻ്റെ വേദന നമുക്ക് മനസ്സിലാകുക അല്ലേ? സംസാരശേഷി നഷ്ടപ്പെടുമ്പോൾ അതിൻ്റെ വിഷമം നമുക്ക് മനസ്സിലാവും. അത് നഷ്ടപ്പെട്ട ആളുകളെ കുറിച്ച് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. നന്നായി സംസാരിച്ചുകൊണ്ട്, ഇപ്പോൾ സർജറി ഒക്കെ നടത്തിയ ആൾക്കാർക്ക് അറിയാം, സർജറി കഴിഞ്ഞാൽ ചില സമയത്ത് എന്ത് ചെയ്യും, പ്രത്യേകിച്ച് കഴുത്തിനും അതേപോലെ തന്നെ അവരുടെ തൊണ്ടയിലൊക്കെ സർജറി നടത്തിയാൽ അവരുടെ സംസാരശേഷി കുറച്ച് കാലത്തേക്കെങ്കിലും പോകും. ആ സമയത്താണ് ഇതിൻ്റെ വേദന നമ്മൾ മനസ്സിലാക്കുക. നന്നായി സംസാരിച്ചു കൊണ്ടിരുന്ന ആൾക്കാർക്ക് അത് പെട്ടെന്ന് നഷ്ടാകുക. അതുകൊണ്ട് തന്നെ റബ്ബ് തന്ന നിഅമത്ത് കൊണ്ടതിന് ഒരിക്കലും റബ്ബിനെതിരെ നമ്മൾ പ്രവർത്തിക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു തർക്കം ഒഴിവാക്കുക. അനാവശ്യമായ നാവ് കൊണ്ടാണ് ഈ തർക്കിക്കുന്നത്.
റസൂലുള്ളാഹി പറഞ്ഞു, അന സഈമുൻ ബിബൈത്തിൻ ഫീ റബദിൽ ജന്ന, ഞാൻ നിങ്ങൾക്ക് സ്വർഗത്തിന്റെ ഉന്നതിയിൽ ഒരു വീട് വാഗ്ദാനം നൽകുന്ന, സ്വർഗത്തിന്റെ മധ്യത്തിൽ ഉന്നതിയിൽ ഒരു വീട്. എന്തായാലും ചെയ്യേണ്ടത്? ലിമൻ തറകൽ മിറാഅ വഇൻ കാന മുഹിഖൻ, അവൻ തർക്കം ഉപേക്ഷിക്കണം എന്നാണ്. അവന്റെ അടുക്കലാണ് ഹക്ക്, സത്യം അവന്റെ അടുക്കലാണ്. എങ്കിലും അവൻ തർക്കം ഒഴിവാക്കുകയാണെങ്കിൽ, അവന്റെ നാവ് കൊണ്ട് അനാവശ്യമായ തർക്കങ്ങൾ ഒഴിവാക്കിയാൽ അവന് സ്വർഗത്തിന്റെ മധ്യത്തിൽ ഉന്നതിയിൽ ഒരു വീട് വാഗ്ദാനം ചെയ്യണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ ജിദാല്, തർക്കം എന്നുള്ളത് ഒഴിവാക്കും. ഒരിക്കലും മതപരമായ മേഖലകളിൽ പോലും തർക്കിക്കുമ്പോൾ മാന്യത കൈവിടാൻ പാടില്ല. അല്ലെ, പരിഹാസങ്ങൾ കടന്നു വരുന്നുണ്ട്. നമ്മുടെയൊക്കെ പ്രബോധന രംഗത്ത് പോലും തർക്കങ്ങൾ അത് വ്യാപകമാണ്. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം തർക്കങ്ങൾ ഒഴിവാക്കണമെന്ന് പറയുമ്പോൾ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങൾ പറയേണ്ടത് അത് മാന്യമായി പറയണം, മാന്യമായി തിരുത്തണം. നമ്മളൊരാളെയും പരിഹസിക്കാൻ പാടില്ല, അനാവശ്യമായ തർക്കങ്ങൾ ഉണ്ടാകാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ പ്രബോധനങ്ങൾ നമുക്ക് മാതൃക കാണിച്ചാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസികളായ ആളുകൾ അവരുടെ ജീവിതത്തിലും അവരുടെ പെരുമാറ്റത്തിലൊക്കെ എന്ത് വേണം? തർക്കങ്ങൾ, അനാവശ്യമായ തർക്കങ്ങൾ ഒഴിവാക്കുക. നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ നല്ലത് പറയാം, ആശ്വസിപ്പിക്കാൻ പറ്റണം. നമ്മുടെ നാവ് കൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന നന്മയാണ് ആശ്വസിപ്പിക്കാൻ പറ്റുക. പ്രയാസം അനുഭവിക്കുന്ന ഒരാളെ ചേർത്ത് പിടിച്ചാൽ നമ്മുടെ നാവ് നൽകുന്ന സമാധാനത്തിലായിരിക്കും. ചില സംസാരങ്ങൾ ഉണ്ടാക്കുന്ന സ്വാധീനം. ഒരു ഭാര്യയും ഭർത്താവും അവരൊരുമിച്ച് ജീവിക്കുന്നതിൻ്റെ ഇടയിൽ ഭാര്യയുടെ അടുക്കൽ ഒരു വലിയ അബദ്ധം സംഭവിച്ചു, ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഈ അബദ്ധം. ആ പെണ്ണ് ഭർത്താവിനെ വഞ്ചിച്ചു. ഈ വാർത്ത ഭർത്താവ് അറിഞ്ഞു. എന്താ സംഭവിക്കുക? സ്വാഭാവികമായും ത്വലാഖിന്റെ മുന്നിലെത്തി. പക്ഷേ അയാൾക്കൊരിക്കലും ആ ഭാര്യയെ പിരിയാൻ പറ്റണില്ല. ആ മക്കളെ ഒഴിവാക്കാൻ, ആ മക്കളെ വിട്ടുപോകാൻ അയാൾക്ക് കഴിയുന്നില്ല. പക്ഷെ അയാൾക്ക് എത്ര തന്നെ ആയാലും ഇത് ഉൾക്കൊള്ളാനും പറ്റുന്നില്ല. ആ സമയത്താണ് അദ്ദേഹം ഒരാളോട് സംസാരിക്കുന്നത്. അദ്ദേഹത്തോട് സംസാരിച്ച മനുഷ്യന്റെ ആദ്യത്തെ വാചകം, ഒരുപക്ഷെ ഈ ദുനിയാവിൽ ഒരാൾക്ക് മാപ്പ് കൊടുക്കുന്ന വിഷയത്തിൽ, നിങ്ങളുടെ തെറ്റ് ചെയ്ത ഒരു ഭാര്യയോട് നിങ്ങൾ കൊടുക്കുന്ന മാപ്പ് അത് നാളെ പരലോകത്ത് എത്രമാത്രം മഹത്തരമായിരിക്കും. ആ ഒരൊറ്റ വാചകമാണ് ആ സുഹൃത്തിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്, ആ മനുഷ്യനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. ആ ഭാര്യയും ഭർത്താവും സന്തോഷത്തോടെ ഇന്ന് ജീവിക്കുന്നുണ്ട്. അറിയിച്ചു നോക്കൂ, നിങ്ങൾ വാക്കുകൾ നൽകുന്ന കരുത്ത് അത് ചെറുതല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ വാചകങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? നന്നാക്കാൻ പരിശ്രമിക്കുക. മറ്റുള്ളവരെ നമ്മൾ കേൾക്കുക, അവർ പറയുന്ന നല്ല വാക്കുകൾ നമ്മൾ കേൾക്കുക. മുതിർന്ന ആളുകളോട്, പ്രായം ചെന്ന ആളുകളോട് സംസാരിച്ചിരിക്കാൻ പ്രത്യേകിച്ച് യുവതലമുറ സമയം കണ്ടെത്തണം. അവർക്ക് അനുഭവങ്ങളുണ്ട്, അവർക്ക് പലതും നമുക്ക് പറഞ്ഞു തരാനുണ്ട്. അനുഭവങ്ങളുടെ കുറവുകൾ നമ്മുടെ സമൂഹത്തെ നശിപ്പിക്കും. മനസ്സിലായി? അതുകൊണ്ട് തന്നെ ചെറിയ കുട്ടികൾ, യുവാക്കളായ ആളുകൾ മുതിർന്ന ആളുകളോട് സംസാരിച്ചിരിക്കാൻ, അവരുടെ സംസാരങ്ങൾ കേൾക്കാൻ എന്ത് ചെയ്യണം? സമയം കണ്ടെത്തണം. നമ്മുടെ നാവിനെ നമ്മൾ നന്മകൾ കൊണ്ട് ധന്യമാക്കാൻ, പച്ചപിടിപ്പിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. നാവിൻ്റെ അപകടങ്ങളിൽ നിന്ന് സ്വയം നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹില്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടെ അല്ലാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മഹാപണ്ഡിതനായ റബീഉ ഇബ്നു ഖുസൈം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ലാ ഖൈറ ഫിൽ കലാമി ഇല്ലാ ഫി തിസ്ഇൻ. 9 കാര്യങ്ങൾ, ആ 9 കാര്യങ്ങളിലുള്ള സംസാരത്തിലല്ലാതെ ഒരു ഖൈറുമില്ല എന്നാണ്. നമ്മുടെ നാവ് കൊണ്ട് നാം പറയുന്ന 9 കാര്യങ്ങളിൽ ഖൈറുണ്ട്, അതല്ലാത്ത കാര്യങ്ങളിൽ ഖൈറില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിൽ അദ്ദേഹം എണ്ണി പഠിപ്പിച്ചു. തഹ്ലീലില്ല, തഹ്ലീൽ നടത്തുക, ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമ്മൾ അധികരിപ്പിക്കേണ്ട ദിക്റാണത്. നമ്മുടെ നാവ് കൊണ്ട് ഒരു പ്രയാസവും കൂടാതെ നമുക്ക് എല്ലാവർക്കും പറയാൻ സാധിക്കുന്ന ഒരു ദിക്റാണ്. മഹത്വമേറിയ വചനമാണ് തഹ്ലീൽ എന്നുള്ളത്. വതസ്ബീഹ്, സുബ്ഹാനല്ലാഹ് എന്നുള്ള വാചകം, സുബ്ഹാനല്ലാഹ് എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക. വതക്ബീർ, തക്ബീർ അല്ലാഹു അക്ബർ എന്ന വാചകം. വതഹ്മീദ്, അൽഹംദുലില്ലാഹ് എന്നുള്ള വാചകം. ഈ 4ഉം അഫ്ദലു ദിക്റാണ്, ഏറ്റവും ശ്രേഷ്ഠമായ ദിക്റാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, അൽഹംദുലില്ലാഹ്, സുബ്ഹാനല്ലാഹ്, ഇത് ഏറ്റവും ശ്രേഷ്ഠമായ ദിക്റാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വസുആലികൽ ഖൈറ വതഅവ്വുദിക മിനശ്ശർ. നന്മ നീ അള്ളാഹുവിനോട് ചോദിക്കുക, നിന്റെ നാവ് കൊണ്ട് നന്മയെ ചോദിക്കുക. എന്തൊക്കെ നന്മയായിട്ടുണ്ടോ അതൊക്കെ നീ ചോദിക്കുക. അത് ഖൈറാണ്, അതൊരു ഖൈറായ സംസാരമാണ്. നന്മ ചെയ്യാനുള്ള തൗഫീഖിന് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ, ചോദ്യങ്ങൾ,
അതിന് നിന്റെ നാവിനെ നീ ഉപയോഗപ്പെടുത്തുന്നത് നല്ല സംസാരമാണ്. അതേപോലെ തിന്മയിൽ നിന്ന് നീ അള്ളാഹുവിനോട് കാവൽ ചോദിക്കുക. ധാരാളം തെറ്റുകളുണ്ട് ഈ ലോകത്ത്. ആ തെറ്റുകളിൽ നിന്ന് കാവൽ ചോദിക്കാൻ വേണ്ടി നിന്റെ നാവിനെ നീ ഉപയോഗപ്പെടുത്തുക. വഅംരിക ബിൽ മഅറൂഫ്, നന്മ നീ കൽപ്പിക്കുക, നിന്റെ നാവ് കൊണ്ട് നന്മ കൽപ്പിക്കുക. അതേപോലെ നഹീക അനിൽ മുൻകർ, തിന്മ നീ വിരോധിക്കുക. വഖിറാഅതികൽ ഖുർആൻ, നീ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക, നിന്റെ നാവ് കൊണ്ട് നീ ഖുർആൻ ഓതുക. ഇതല്ലാത്ത സംസാരങ്ങൾ എന്താണ്? വ്രതയാണ്, അല്ലെങ്കിൽ ഉപകാരമില്ലാത്തതാണ്, ഹൈറില്ലാത്തതാണ് എന്നാണ് അദ്ദേഹത്തിന്റെ നിരീക്ഷണം. ഈ നിരീക്ഷണത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ള പാഠം, നല്ലതല്ലാത്ത സംസാരങ്ങൾ നമ്മൾ ഒഴിവാക്കണം. ഒരു ഭാര്യ ഭർത്താവിനോട് സംസാരിക്കുന്നത് നല്ല വർത്തമാനമാണ്. ഒരു ഭാര്യ ഭർത്താവിനോട് സംസാരിച്ചാൽ അതിന് കൂലിയുണ്ട്. അനുവദനീയമായ എന്തും അവർക്ക് പറയാം. ഒരു ഭാര്യക്കും ഭർത്താവിനും മാത്രം സംസാരിക്കുന്ന കാര്യങ്ങൾക്ക് പ്രതിഫലമുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ച കാണാൻ പറ്റും. ഒരാൾ മോശമായ രീതിയിൽ ഏതെങ്കിലും ഒരു പെണ്ണിനോട് സംസാരിച്ചാൽ കുറ്റം കിട്ടും. കാരണം എന്താ? അത് അനുവദിക്കപ്പെട്ട സംസാരമല്ല, അവർ തമ്മിൽ അനുവദിക്കപ്പെട്ട സംസാരമല്ല. അപ്പൊ അത് ഞാൻ പറയുന്നത്, അനുവദിക്കപ്പെട്ട സംസാരങ്ങൾ നമുക്ക് നിർവഹിക്കാം. എന്നാൽ നിഷിദ്ധമായ പാടില്ലാത്ത സംസാരങ്ങൾ ഒരാളോടും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? സംസാരിക്കാൻ പാടില്ല. റസൂലുള്ളാഹി പഠിപ്പിച്ച, റസൂലുള്ളാഹിയിൽ നിന്ന് പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തന്ന പ്രത്യേകമായ ഒരു വചനം, ഇത് അസ്ബഹ ഇബ്നു ആദം, നേരം വെളുക്കുന്ന സമയത്ത് ആദമിനോട് എന്ത് ചെയ്യും? അവന്റെ അവയവങ്ങൾ, ആദം സന്തതിയുടെ ശരീരത്തിലെ അവയവങ്ങൾ അവരെല്ലാവരും നാവിനോട് പറയുമെന്നാണ്. രാവിലെ ആകുമ്പോൾ നമ്മുടെ കൈ, നമ്മുടെ കാല്, നമ്മുടെ ശരീരത്തിലെ ചെവി, നമ്മുടെ മൂക്ക്, ഇതൊക്കെ നാവിനോട് പറയും. എന്താ പറയാ? ഇത്തഖില്ലാ ഫീനാ, നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം. നാവിനോട് പറയണം മറ്റുള്ള അവയവം, നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം. എന്നിട്ട് അവർ പറയുന്ന വാചകം, നീ നേരെയായാൽ ഞങ്ങൾ നേരെയാകും. നാവിനോട് പറയും, നീ നേരെയായാൽ ഞങ്ങൾ നേരെയാകും. എന്നാൽ നീ വളഞ്ഞാലോ, നീ മോശമായാലോ ഞങ്ങളും മോശമാകും. അതുകൊണ്ട് തന്നെ നാവിനെ നന്നായി ശ്രദ്ധിച്ചാണ് നമ്മൾ ഓരോരുത്തരും ഉപയോഗിക്കേണ്ടതുണ്ട്. സാധാരണ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, കസറത്തുൽ കലാമു തദ്ഹബു ബിൽ വഖാർ, അധികരിച്ച സംസാരങ്ങൾ നമ്മുടെ വഖാറത്തിനെ നഷ്ടപ്പെടുത്തുന്നതാണ്. വഖാറത്ത് എന്ന് പറഞ്ഞാൽ ഗാംഭീര്യം എന്നാണ് അർത്ഥം. നമ്മൾ ഗാംഭീര്യമുള്ള ആളുകളാണ്, ഇസ്സത്തുള്ള ആളുകളാണ്. നമ്മുടെ ഇസ്സത്തിനെ തകർക്കുന്ന, നമ്മുടെ ഇസ്സത്തിനെ നശിപ്പിക്കുന്ന കാര്യമാണ് വേണ്ടാത്ത സംസാരങ്ങൾ. അതുകൊണ്ട് സ്വയം ആലോചിക്കുക. നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ പറയുന്ന എല്ലാ വാചകങ്ങളെയും കൊണ്ടുവരുമെന്നാണ്. അത് കൊണ്ടുവന്ന് റബ്ബ് വിചാരണ നടത്തും. അവിടെ നമ്മൾ പരാജയപ്പെടാൻ പാടില്ല. നല്ലത് സംസാരിക്കുന്ന ആളുകളാവുക. നമ്മുടെ നാവിനെ നമ്മൾ പച്ച പിടിപ്പിക്കേണ്ട ദിക്ർ കൊണ്ടാണ്, അദ്കാറുകൾ കൊണ്ടാണ്, അതേപോലെ തന്നെ വിശുദ്ധ ഖുർആനിന്റെ പാരായണം കൊണ്ടാണ്. അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നാവിനെ നിയന്ത്രിക്കുന്ന, നാവിനെ എല്ലാ തിന്മകളിൽ നിന്നും രക്ഷപ്പെടുത്താൻ പരിശ്രമിക്കുന്ന നല്ല വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരലോകത്ത് നാവിനാൽ രക്ഷപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നരകത്തിലേക്ക് നാവിനാൽ കടന്നു പോകുന്ന ഒരു മഹാഭൂരിപക്ഷം ആളുകളുടെ അല്ലാഹു അവരിൽ നിന്ന് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയവരുണ്ട്, അല്ലാഹു മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഅ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി.